ജാനകി പറയാണ്, നിന്നെ എപ്പോഴും ശ്രദ്ധിക്കാൻ ഇവിടെ ഒരാള് വേണം. നിന്റെ അമ്മായിയമ്മയ്ക്കോ അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ നമുക്ക് വരുത്തിക്കാമെന്ന് പറയുമ്പോഴേക്കും നവ്യയും നയനയും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ജാനകി പറയാണ്, ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും അടി കിട്ടിയാല് മാറിയിരുന്ന് കരയാനേ നിവൃത്തി ഉണ്ടാവൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ജയം പറയുന്നു, ആ പറഞ്ഞ ശരിയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ വർത്തിക്കാം. ആദർശി മാനേജറോട് പറഞ്ഞിട്ട് നല്ലൊരു ഹോം നേഴ്സിനെ തന്നെ എത്രയും പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എനിക്ക് ഹോം നേഴ്സിനൊന്നും വേണ്ട, എനിക്കത് ഇഷ്ടമില്ല. നിഴല് പോലെ ഒരാൾ കൂടെ നടക്കുന്നത്, അതും ഒരു പരിചയമില്ലാത്ത ഒരാള്. അപ്പോഴേക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ദേവേനെ ചോദിക്കാണ്. എന്തായാലും ഒരാൾ കൂടെ ഉണ്ടായാലേ പറ്റൂ. അപ്പോഴേക്കും നബി പറയുന്നുണ്ട്, എന്നെ അബി നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അബിക്ക് ഓഫീസിൽ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ജ്വല്ലറി അല്ലേ, അവന് കുറച്ചു ദിവസം ലീവ് കൊടുക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, അല്ലെങ്കിൽ തന്നെയോ പല ബ്രാഞ്ചുകളും ക്രമക്കേടാന്ന് പറഞ്ഞിട്ട് അവന്റെ ജോലി തന്നെ പോയിരിക്കുക. ഇല്ല നിന്നെ അങ്ങോട്ട് നോക്കാൻ നിന്നിട്ട് അവന്റെ എല്ലാം കൂടെ പോണോ, അവന് ശമ്പളമാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ ആക്രാന്തോ അത്യാഗ്രഹം കുറച്ചാൽ തന്നെ മതി എല്ലാ പ്രശ്നങ്ങളും മാറാന്. അതെങ്ങനെയാ, മേലും താഴെ നോക്കുന്നല്ല നടപ്പ്, പിന്നെ എങ്ങനെ വീഴാതിരിക്കും എന്നൊക്കെ ചോദിച്ച് ജലജ ദേഷ്യപ്പെടുമ്പം ജയൻ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പം ആ കാര്യം സംസാരിക്കേണ്ട സമയമല്ല എന്ന് ജയൻ പറയുന്നുണ്ട്. നവ്യ പറയാണ്, ഈ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി, എനിക്കെല്ലാം സ്ട്രെയിൻ ആകുന്നു. ഇപ്പൊ തന്നെ ഒരു ആട്ടോ പാട്ടൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, എപ്പോഴും എന്തിനാ ഇങ്ങനെ ആട്ടോ പാട്ടൊക്കെ ചോദിക്കുമ്പോ ദേവേനി പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ സ്ട്രെയിൻ ചെയ്യാതിരുന്നാ പോരെ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പറഞ്ഞങ്ങ് മാറുന്നാ പോരെ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല ഇവളുടെ കുഴപ്പം, ഇവക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക എന്നൊക്കെ ജലജ ദേവയാനോട് പറയുന്നുണ്ട്. ജയം പറയാണ്, എന്തായാലും നിന്നെ നോക്കാൻ ഒരാൾ കൂടിയേ തീരൂ, അതുകൊണ്ട് തന്നെ ഒരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാം, ആദർശം ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് ജയൻ ആദർശിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നയനയാണെങ്കിലോ, നവ്യേച്ചി വാ നമുക്ക് പോയി കിടക്കാമെന്നും പറഞ്ഞിട്ട് നവ്യനെ പിടിച്ചുകൊണ്ട് നയനെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിലോ ജലജയെ വഴക്ക് പറയാണ്, ജലജ നിനക്ക് നല്ല നോട്ടക്കുറവുണ്ട്, അതുകൊണ്ടാണ് നവ്യക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദേവയാനി പറയാണ്, അന്ന് നവ്യെ കാണാതായപ്പം എന്തൊക്കെ പ്രകടനായിരുന്നു ഇവിടെ, എന്റെ പേരക്കുട്ടി പോയി, എന്റെ മരുമോള് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ജാനകി പറയാണ്, അതൊക്കെ ഒരു നാടകമല്ലേ ഏട്ടത്തി, അതൊക്കെ അവളെ കാണാതായപ്പോ ഉണ്ടാക്കിയ ഒരു നാടകവും ഓളമൊപ്പും ഒക്കെ അല്ലേ, അതൊക്കെ അങ്ങ് മാറിയില്ലെന്ന് ചോദിച്ച് ജാനകി കളിയാക്കുമ്പം ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, ഇനി അതും ഇതൊന്നും പറഞ്ഞിട്ട് ആറ് സമയം കളയണ്ട, ഇത്രയും പെട്ടെന്ന് ഒരു നഴ്സിനെ ഏർപ്പാടാക്കാം, നമ്മുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയാ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അതിനെ വരവേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ഇവളുടെ നോട്ടക്കുറവാ ഇതിനെല്ലാത്തിനും കാരണം, ഇവള് നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ. അപ്പോഴേക്കും ജലജ പറയാണ്, അർഹതയില്ലാത്തവളമാരൊക്കെ നമ്മുടെ കുടുംബത്തൊന്ന് കയറിയത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തികട്ടി ഓർമ്മ വരും, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഓരോന്നും ദൈവം ഓരോരുത്തരും നിശ്ചയിച്ചിട്ടുണ്ട്, അതൊക്കെ നിശ്ചയിച്ച സമയത്ത് നടക്കണം, നമ്മുടെ കുടുംബത്തിലേക്ക് ആരൊക്കെ കയറി വരണമെന്ന് നേരത്തെ ദൈവം നിശ്ചയിച്ചതാ, അതുകൊണ്ടാ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് ജയൻ ചോദിക്കണം ആദർശിനോട്, ആദർശേ അച്ഛന് വയ്യെന്നുള്ള കാര്യം നിനക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ, നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയാണ്, ഡോക്ടർ പറഞ്ഞ പ്രകാരം കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, പക്ഷെ അച്ഛനിപ്പം എന്തോ വലിയൊരു സങ്കടമുണ്ട്, നീ അത് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചു എന്ന് പറയാണ്. അന്ന് നയനമോളെ മിസ്സായതിന് പിന്നീടാണ് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത്, അച്ഛൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുമ്പം ആദർശ് മനസ്സിലാലേക്കാണ്, ഈശ്വര ഇനി നയനയെ കാണാം അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ, മുത്തശ്ശനോട് എന്തെങ്കിലും പ്രശ്നമായി കാണുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയം പറയാണ്, എത്രയൊക്കെ നമുക്ക് അച്ഛനെ നോവിക്കാതിരിക്കാൻ പറ്റുമോ അത്രയും ചെയ്യണം, അത് മാത്രമല്ല അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീടാകപ്പാടെ തകർന്നു പോകും, അതിലേറ്റവും തകരാൻ പോകുന്നത് നമ്മുടെ അമ്മയായിരിക്കും എന്ന് ഓർമ്മ വേണം എന്ന് ജയം പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനെ കാണിക്കാണ്. മുത്തശ്ശൻ മുറിയിൽ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആദർശ് പതിയെ കഥക് തുറന്നു വന്ന് നോക്കാണ് മുത്തശ്ശനെ. അച്ഛൻ പറഞ്ഞ ശരിയാ, മുത്തശ്ശൻ എന്തോ ഒരു വിഷമമുണ്ട്, നയന അവളന്ന് പോയിട്ട് വന്ന പിന്നെയാണ് എന്തോ ഒരു വിഷമം പോലെ, എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, ഇനി എന്റെ മനസ്സിലുള്ളത് കാണാം അവൾ അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഓർക്കാണ്. ഇതേ സമയത്ത് തന്നെ നവ്യോട് പറയാണ്, ചേച്ചി ഇത് വലിയൊരു കയ്യാങ്കളിയിലേക്കാണ് ഇത് പോകുന്നത്, നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലേ ചേച്ചി, ദയവ് ചെയ്ത് ചേച്ചി എല്ലാവരോടും ഈ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, ചെല്ല് നീ പോയി പരടി, ഇപ്പൊ തന്നെ പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്കി വിടാനുള്ള വഴി ഉണ്ടാക്ക്, അതാണല്ലോ നിന്റെ ആഗ്രഹം എന്ന് പറയുമ്പോ നയന പറയാണ്, ചേച്ചി എന്ത് മനസ്സാക്ഷിയില്ലാത്ത വർത്താനം പറയുന്നത്, ചേച്ചിനെ എടുത്ത് തൂക്കിയെടുത്തോണ്ട് പോയിട്ട്
കല്യാണം കഴിക്കാൻ പോയപ്പോ എനിക്കങ്ങ് വിട്ടാ പോരായിരുന്നോ, വേണ്ടെന്നും കരുതി ഞാനും മാധവശേട്ടനും വന്നിട്ട് ജീവൻ പണയം വെച്ച് വന്ന ചേച്ചി രക്ഷപ്പെടുത്തിന്ന് പറയുമ്പോ നവ്യ പറയാണ്, അതല്ലെങ്കിലും അമ്മ വന്നേനെ, അമ്മ പറഞ്ഞിട്ട് നിങ്ങൾ വരികയും ചെയ്തേനെ, അതിലൊന്നും നീ കൂടുതൽ ഷോർ കണ്ട. നിനക്കിപ്പോ വേറെ ഒന്നുമല്ല, നിനക്കിപ്പോ ഇവിടുത്തെ പതിവ്രത ചമയണം, നിനക്ക് ഇവിടുത്തെ റോൾ മോഡൽ ആവണം, അതൊക്കെയല്ലേ നിന്റെ ആഗ്രഹം, നീ ഇവിടുത്തെ പുണ്യവതി ആവണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നയനെ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി അവസാനം ഇങ്ങനെ പറയുള്ളെന്ന് എനിക്കറിയാം, ചേച്ചിക്ക് നന്ദി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, ഇപ്പൊ തന്നെ ജസ്റ്റ് മിസ്സിനാ പിടിക്കപ്പെടാതിരുന്നത്. ചേച്ചി ആ നേഴ്സ് വന്നാല് എല്ലാം മാറി മറിയും, ഇത്ര നാൾ ഈ വീട്ടുകാരെ പഠിച്ചവരായിരിക്കില്ല, ഒരു ഹോം നേഴ്സ് വന്നാൽ അവരെല്ലാ കള്ളത്തിനും കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ നവി പറയാണ്, ഇത്രയും പേരെ ഈ വീട്ടിലുള്ളവരെ ഞാൻ പറ്റിച്ചു, ഇത്രയും മാസങ്ങൾ കൊണ്ട് ആ ഡോക്ടറെയും പറ്റിച്ചു, പിന്നെയാണോ ഒരു ഹോം നേഴ്സിന് ചോദിക്കാണ്. അപ്പോഴേക്കും നയനെ പറയാണ്, ആ ഡോക്ടറെ പറ്റിച്ചത് ചേച്ചി ആത്മഹത്യാ ഭീഷണി മുടക്കിയിട്ടല്ലേ, എന്നെയും അതുപോലെ തന്നെ ആയിരുന്നല്ലോ, അതുപോലെ ചേച്ചി ഇനിയും കരുതണ്ട, നേഴ്സ് വന്നാൽ എല്ലാം കൊളവാന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നേഴ്സ് ഡോക്ടറെക്കാളും മുകളിലൊന്നും അല്ലല്ലോ, അവളെ ഞാൻ എന്റെ വെറുതേക്ക് കൊണ്ടുവരും, നീ നിന്റെ കാര്യം നോക്കി പോടി എന്ന് പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് അവളെ പറഞ്ഞുവിടുന്നുണ്ട്. നവ്യ നയനെ പോയതിനു ശേഷം നവ്യ ആലോചിക്കുകയാണ്, അവളോട് അങ്ങനെയൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ, ഈശ്വര ഇനി എങ്ങനെ പിടിക്കപ്പെടുവോ, ഒരു ഹോം നേഴ്സ് അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും അതിന്റെ കള്ളത്തിന് വെളിച്ചത്താവും, അതോടെ ഞാൻ ഈ വീണ്ടും പടിയിറങ്ങേണ്ടി വരും എന്നൊക്കെ നവ്യ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം. ഇന്നത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.